നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു ജേണി തുടങ്ങുവാണ്, HSST അല്ലേ. അപ്പം ഈ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പഠനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് വൺ, നമ്മുടെ ക്വസ്റ്റ്യനെ നമ്മൾ അറിയണം. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്, എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്കൊരു 6 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സോ ഒന്നാമത്തേത് മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയായിരിക്കും. ഞാൻ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഒരു ഓപ്ഷൻ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് തിരഞ്ഞെടുക്കുക. 1, 2, 3, 4, 1 only, 2 only, AB only, all of the above, none of the above. അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പോകുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ, നമ്മൾ ഈ ബാക്കി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനേക്കാളും ഒക്കെ പണി തരുന്ന ആളാണ് മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കാര്യം, ഒന്ന്, ഇവിടെ ധാരാളം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമുക്കിതിൽ ഒരു 2 3 ഒക്കെ അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം 1 only ഉണ്ടാവും, 2 only ഉണ്ടാവും, ചിലപ്പോൾ 1 and 2 ഉണ്ടാവും, ഓൾ ഓഫ് ദ എബവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളൊരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കണം, ഒന്ന് ട്രൈ ചെയ്യണം. എലിമിനേഷൻ ഓപ്ഷൻ ഒന്ന് നോക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ സമയം കളയുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ്. ചിലപ്പോൾ എളുപ്പത്തിൽ കിട്ടും, കാരണം ചിലത് ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, അത് കറക്റ്റായാൽ തന്നെ ഫുള്ള് കിട്ടും, അങ്ങനത്തെ ഉള്ള കേസുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സമയം നമ്മളിതിൽ കളയും. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും. നന്നായിട്ട് നോക്കണം. ഓക്കെ, അടുത്തതാണ് റീസൺ അസേഷൻ. അതായത് ഒരു അസേഷൻ തരുന്നു, ഇന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ലിപ്പോപോളിസാക്കറൈഡ് ഒരു ഇതായിട്ട് യൂസ് ചെയ്യുന്നു, എപ്പിടോപ്പായിട്ട് യൂസ് ചെയ്യുന്നു, എപ്പിടോപ്പല്ല, നമ്മളുടെ അഡ്ജുവൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. റീസൺ എന്തുകൊണ്ടാണ് അങ്ങനെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അത്തരത്തിലുള്ള റീസൺ അസേഷൻ തരാം. ഒരു ക്ലീഷേ ഓപ്ഷനാണ് റീസൺ അസേഷൻ. ശരിയാണ്, റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് 4 ഓപ്ഷൻസ് വരാം. ക്ലീഷേ ക്വസ്റ്റ്യൻ. ദെൻ മാച്ച് ദ ഫോളോവിങ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല ടൈപ്പ് ഓഫ് സാമ്പിളിങ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തരാം, മാച്ച് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിത് ഇൻസ്ട്രുമെൻറ്റേഷൻ തരാം. കോളം നമ്പർ 1 ഇൻസ്ട്രുമെൻറ്റ്സ്, ഇവിടെ ആപ്ലിക്കേഷൻ അല്ലേ, അങ്ങനെ തരാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമ്മളുടെ മാസ് സ്പെക്ക് ഇവിടെ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, CD സ്പെക്ക് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, അതുപോലെ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി ടെറിഷറി സ്ട്രക്ചർ. കണ്ടോ, ഇങ്ങനെ മാച്ച് ദ ഫോളോവിങ് തരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫില്ലിങ് ദ ബ്ലാങ്ക്സ് തരാം. അതായത് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു സാധനം തന്ന് ഒരു ഡാഷ് അത് ഫില്ല് ചെയ്യുക. അറേഞ്ച്മെൻറ്റ് തരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ HSA നാച്ചുറൽ സയൻസിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ ഓർഡർ ആക്കാനായിട്ട്. ആദ്യം ക്രിസ്റ്റൽ വയലറ്റ്, അത് കഴിഞ്ഞിട്ട് മോഡറൻ്റ്, അത് കഴിഞ്ഞിട്ട് അല്ലേ അടുത്ത ആൾ, അത് കഴിഞ്ഞിട്ട് അല്ലെ അസറ്റോണൊക്കെ ആഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സാഫ്രാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് ഓർഡർ ആക്കാൻ ചോദിക്കാം. അങ്ങനെയുള്ള ഓർഡർ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ സിഗ്നലിംഗ് ഒക്കെ ആണെങ്കിൽ ആ ഓർഡർ 1 2 3 4 ആണോ, 4 2 1 ആണോ, അങ്ങനെ ആ ഓർഡർ ആക്കാൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കാണാറുള്ള ഒരു പാറ്റേൺ ആണ്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ MCQ സ്റ്റേറ്റ്മെൻ്റ് ആവാം, നോർമൽ MCQ ആവാം. അത് രണ്ടും കൂടെ ചേർത്താണ് ഇവിടെ സ്റ്റാൻഡേർഡ് MCQ എന്ന് പറഞ്ഞേക്കുന്നത്. പല സ്റ്റേറ്റ്മെൻറ്റ് ഒരൊറ്റ ആൻസറിൽ അവസാനിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ്മെൻറ്റോ നോർമൽ MCQ ആയിട്ടോ ഉള്ള ഒരു ചോദ്യം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ. ഈ 6 പാറ്റേൺ, ഇതിൻ്റെ പല വെർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, നമ്മുടെ ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടല്ലോ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചിലപ്പോൾ ചില കേസിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്ത് പല സ്ഥലത്ത് ഡാഷ് ഇടും, എന്നിട്ട് ABCD ഇവിടെ പല ഓപ്ഷൻസ്, എന്നിട്ട് A is equal to 1, B is equal to 2, അങ്ങനെയൊക്കെ ചോദിക്കാം. കൺസെപ്റ്റ് സെയിം ആണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും എത്ര പാറ്റേൺ, 6 പാറ്റേൺ. അപ്പം ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എവിടെയാണ്,
മൾട്ടി സ്റ്റേറ്റ്മെൻറ്റിലാണ്. ബാക്കിയൊക്കെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലാണ്, സമയം കൊല്ലിയല്ല. ഇതിൽ സമയം കൊല്ലിയാണ് ഒന്നാമത്തെ. നിങ്ങളവിടെ ശ്രദ്ധിക്കണം, പ്രാക്ടീസ് ചെയ്യണം. OMR വെച്ച് തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, സമയം ലാഭിക്കാം. ഒന്നാമത്തെ പോയിൻ്റ് അതാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ. രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇപ്പോൾ ഡിഗ്രി നമ്മൾ പഠിച്ചു, PG നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാരിഫൈ ചെയ്തേക്കുന്ന എക്സാംസ് ഉണ്ടാവും, ടെറ്റോ ഈ പറയുന്ന നെറ്റോ സെറ്റോ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഇവിടെയൊക്കെ ഇപ്പോൾ നെറ്റും സെറ്റൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെജോറിറ്റി ഈ പറയുന്ന നെറ്റും സെറ്റും ഒക്കെ വിട്ടേക്കൂ, ബാക്കി മെജോറിറ്റി നമ്മൾ പഠിച്ചേക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സാം ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, നമ്മുടെ എക്സാം സബ്ജക്റ്റീവ് എക്സാം ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി അല്ലേ, നമ്മൾ എന്താണോ പഠിക്കുന്നത് നമുക്ക് ക്ലാരിറ്റിയോടുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. മഗ്ഗപ്പ് ചെയ്യരുത്, കാണാപ്പാഠം ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ നോക്കരുത്, നമുക്ക് പണി കിട്ടും. എക്സാമിന് അത്രയും ക്ലാരിറ്റി ഉണ്ടെങ്കിലേ ആൻസർ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോ, 2020 കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കോ, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വരി പഠിച്ചാൽ പോലും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പഠിക്കുന്നത് പോലെ കാണാപ്പാഠത്തിലോട്ട് പോകരുത്, ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. അതല്ലാണ്ട് വെറുതെ ഒരു വരി പോലും ബൈഹാർട്ട് ചെയ്യരുത്, കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലിയർ ആക്കി പഠിച്ചു പോവുക. നമ്മൾ മോൾ ബയോയും സെല്ലും DBയും ഇമ്മ്യൂണോളജിയും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബൈഹാർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ, ഇപ്പോൾ ക്ലീവേജ്, അവിടെ നമുക്ക് കുറേ സാധനങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം, ഇപ്പോൾ ടീലോലസീത്ത് ലെഗ് ഇൻസെക്റ്റിലാണ് അല്ലേ, ഇപ്പോൾ ബോട്ടണിയുടെ കേസിൽ ടാക്സോണമി പഠിക്കുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഫീച്ചർ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, എക്സാമ്പിൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. പക്ഷേ അവിടെ നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വെറുതെ തത്തമേ പൂച്ച പഠിക്കരുത്. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് അങ്ങ് പഠിക്കുക, കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടേ കോഡൊക്കെ യൂസ് ചെയ്യാവുള്ളൂ, വെറുതെ പഠിക്കരുതെന്ന് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണല്ലോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ കളയുന്ന പോലെ ആവും. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, പാറ്റേൺസ് പറഞ്ഞു, എക്സാമിനെ അറിയണം. 2 പറഞ്ഞു, എന്താണ്, നമ്മൾ പഠിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ട് പഠിക്കുക, പ്രിസൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക. 3ാമത്തെ കാര്യം, നമ്മൾ പണ്ട് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാൻ ഇങ്ങനെ എഴുതി കൂട്ടുമായിരുന്നു, രാമായണം എഴുതുന്ന പോലെ എഴുതി കൂട്ടുമായിരുന്നു. അത് മാറ്റുക, ആ ഒരു ലേണിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ശീലം മാറ്റി വെക്കണം. നിങ്ങൾ മാക്സിമം കുറയ്ക്കണം. അതായത് മാക്സിമം നമ്മളിപ്പം ഇത് വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ടേബിൾസ് മാത്രം, ഫുൾ ടേബിൾസ്. ഇപ്പോൾ ഡിസീസ് ടേബിൾസ്, അല്ലെങ്കിൽ ഹോർമോൺസ് ടേബിൾ, പ്ലാന്റും അതുപോലെ ഇതിലും ഉണ്ടല്ലോ, സുവോളജിയിലും ബോട്ടണിയിലും ഉണ്ട് ടേബിൾസ് ആക്കുന്നു അല്ലേ. അപ്പോൾ ആ ഹോർമോൺസ് അല്ലെ, അത് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, റൂട്ടാണോ ഷൂട്ടാണോ അല്ലെ ഗ്ലാൻഡാണോ, ഏത് ഗ്ലാൻഡ്, അതുപോലെ തന്നെ അത് എന്താണ്, അതിൻ്റെ ധർമ്മം എന്താണ്, അത് രോഗം എന്തെങ്കിലും ഉണ്ടാവുമോ, അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ കൂടിയാലോ അല്ലേ. അപ്പോൾ അതൊരു ടേബിൾ ആക്കാം ഈസി ആയിട്ട്. അത് സുവോളജിയിലുള്ള ഹോർമോൺ ആണെങ്കിലും ശരി, ബോട്ടണിയിലുള്ള ഹോർമോൺ ആണെങ്കിലും ശരി, ഇറ്റ് ഈസ് പോസിബിൾ അല്ലേ. അതുപോലെ തന്നെ ഫിഗേഴ്സ്, മോളിക്കുലർ ബയോളജി പഠിക്കുന്ന സമയത്ത് ഫിഗേഴ്സ് യൂസ് ചെയ്താൽ മതി, നോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓൺലി ഫിഗേഴ്സ്. ഇപ്പോൾ ട്രാൻസ്ലേഷൻ, നമ്മുടെ എന്താണ് റെപ്ലിക്കേഷൻ, ഇവിടെയൊക്കെ ഫിഗേഴ്സ് മതി, നമുക്ക് അവിടുന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് മാക്സിമം അങ്ങനെ തന്നെ ആക്കുക, എഴുതി കൂട്ടരുത്. അത് നമ്മളെ നേരെ തിരിച്ചായിരിക്കും, അതായത് നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മുടെ തലയിലോട്ട് മാക്സിമം നോളജ് കയറ്റുക, എഴുതി വയ്ക്കുന്നതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. ടു ദ പോയിൻ്റ് ആയിരിക്കണം നമ്മുടെ നോട്ട്. മാക്സിമം ടേബിൾസും കാര്യങ്ങളും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? 1 പാറ്റേൺ, 6 പാറ്റേൺ ക്വസ്റ്റ്യൻ പറഞ്ഞു. 2 നമ്മൾ പറഞ്ഞു മഗ്ഗപ്പ് ചെയ്യരുത്, ക്ലിയർ ആയിട്ട് പഠിക്കണം. 3 നമ്മൾ പറഞ്ഞു അല്ലേ, ടേബിൾസും ഫിഗേഴ്സും നിങ്ങൾ മാക്സിമം ഉപയോഗിക്കണം, വെറുതെ എഴുതി വെക്കരുത് അല്ലേ. 3 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ പോയിന്റ്, റിവിഷൻ ഈസ് നോട്ട് ഓപ്ഷണൽ അല്ലേ. മാക്സിമം റിവൈസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയും, നമുക്കിപ്പോൾ ഇന്ന് റിവൈസ് ചെയ്യണം, നാളെ ചെയ്യണം, 7 ദിവസം കഴിഞ്ഞിട്ട്, 1 മാസം കഴിഞ്ഞ്, ഇതൊന്നും നടക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചു വരണം. അതായത് ചിലപ്പോൾ നമ്മൾ നമ്മളത് പഠിച്ചു, ക്ലിയറാക്കി മാറ്റി വെച്ചു, പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾക്കത് ക്ലിയർ ആണെന്നുള്ളൊരു
തോട്ടായിരിക്കും അത്. പക്ഷെ നമ്മളത് ഒക്കേഷണലി റിവൈസ് ചെയ്താലേ നമുക്കത് എക്സാമിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ പഠിച്ച സംഭവം റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യണമെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ചുരുക്കിയാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിവൈസ് ചെയ്യാം. നിങ്ങൾ ഒരു ക്ലാസ്സിൽ 10 പേജിൽ നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ അത്ര സമയം പോകും. അപ്പോൾ നിങ്ങൾ ആ ഒറ്റ ക്ലാസ്സിനെ എക്സാം കോണ്ടെക്സ്റ്റിൽ നോട്ട് എഴുതിയിട്ട് ടേബിൾസോ ഫിഗേഴ്സോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേജ് റിവൈസ് ചെയ്യാം. അതിന് 10 മിനിറ്റ് മതി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് നോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ എളുപ്പമാക്കാം. അതും കൂടെ മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പോൾ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്യാതെ കുറേ നമ്മളെപ്പോഴും ആലോചിക്കുക ഇത് പോരാ, ഇനിയും പഠിക്കണം അല്ലേ? നമ്മളിങ്ങനെ വലിച്ചു വാരി അവിടുന്ന് ഇവിടുന്ന് ആ ടെക്സ്റ്റ് ഈ ടെക്സ്റ്റ് ഒക്കെ നമ്മൾ തപ്പിപ്പോവും. പക്ഷേ അതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ എന്തു പഠിച്ചു അത് വൃത്തിയായിട്ട് നല്ല ഇൻഡെപ്തായിട്ട് ക്ലാരിറ്റിയിൽ നമ്മൾ പഠിക്കുന്നു, അത് നമ്മൾ റിവൈസ് ചെയ്യുന്നു. ആക്ച്വലി റിവിഷൻ ബയോളജിക്കലി ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ നമുക്ക് പുതിയ ന്യൂറോണൽ കണക്ഷൻസ് ഫോം ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ആദ്യം ഈ കണക്ഷൻസ് വളരെ വീക്കാണ്. പിന്നെ നമ്മൾ ഓരോ വട്ടം റിവൈസ് ചെയ്യുമ്പോഴാണ് ആ സിനാപ്സ്, ആ കെമിക്കൽ സിനാപ്സ് ഇലക്ട്രിക്കൽ സിനാപ്സ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് മുമ്പ് പലവട്ടം പല രീതിയിൽ റിവൈസ് ചെയ്യുമ്പോഴാണ് അത് തറവാകുന്നത്. അപ്പോഴാണ് നമുക്കത് എക്സാമിന് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വരില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കൊരു കുറ്റബോധമായിരിക്കും അല്ലേ? എക്സാം കഴിയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ പഠിച്ചതാണല്ലോ, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, മാക്സിമം റിവൈസ് ചെയ്യുക. അതിന് നിങ്ങൾ പല ഓപ്ഷൻസ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഒരു ഓപ്ഷൻ നമ്മൾ പഠിച്ചതാണ് നമുക്കറിയില്ല, ബാക്കിൽ വരിക, റിവൈസ് ചെയ്യുക അല്ലേ, വായിക്കുക, പഠിക്കുക, തിരിച്ചു അടുത്ത ടോപ്പിക്കിലോട്ട് പോവുക. അപ്പോൾ ഇത് നിങ്ങളൊരു എന്താണ് റുട്ടീനാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് മെമ്മറി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറേ കഴിക്കുന്നു, കാട് കയറി പഠിക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ മാക്സിമം റിവിഷൻ നിങ്ങൾ ചെയ്യുക. അടുത്തൊരു കാര്യമാണ്, ഒരു സജഷനാണ്, മിനിമം 2 ക്വസ്റ്റ്യൻ ഡെയിലി എക്സാം വരെ നിങ്ങൾ മിനിമം ഒരു 2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെല്ലാവരും പഠിക്കുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലേ? അതായത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും, അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും മോട്ടിവേഷൻ വരും, നടുക്ക് നമ്മളൊന്ന് ചുരുങ്ങും. അപ്പം ഇവിടെ പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസിൽ കൊടുക്കുക. അതിൽ അധികം 10 ക്വസ്റ്റ്യൻ ഡെയിലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഇടയ്ക്കിട്ടിട്ട് പോകും. അപ്പോൾ അതാണ് ഏറ്റവും മിനിമം ആയിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ ഒരു ദിവസം. ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ഓപ്ഷൻസിൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് ആ കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് പോവുക, അത് നമ്മൾ പഠിച്ചത് ക്ലിയർ അല്ല എന്നാണ്, ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് വീണ്ടും വരിക. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങൾ തെറ്റിക്കുവാണെങ്കിൽ നമ്മൾ എക്സാമിന് തെറ്റിക്കാനുള്ള സാധ്യത കുറയ്ക്കും. അപ്പോൾ എക്സാമിന് മുമ്പ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുക, പരിചയപ്പെടുക ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനുള്ളൊരു സ്ട്രാറ്റജിയാണ് ഡെയിലി 2 ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമ്മൾ OMR ഷീറ്റ് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് ചെയ്യാൻ നോക്കുക. പറ്റാത്തൊരു വെറുതെ ഒരു പേപ്പറിൽ ഒന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും കൂട്ടത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5-10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലാസ് കഴിയുമ്പോൾ അത് കൂടാതെ അല്ലേ നമ്മുടെ ആപ്പിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം നോർമൽ പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർക്ക് തന്നെത്താനെ ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും കണ്ടുപിടിച്ച്, അതായത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, HSSTയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സുവോളജി ബോട്ടണി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോമൺ ടോപ്പിക്ക് 2ഉം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓവർലാപ്പ് ചെയ്തിട്ട്. സെറ്റ് സുവോളജി ബോട്ടണി ക്വസ്റ്റ്യൻസ് ഉണ്ട്, സയൻറ്റിഫിക് ഓഫീസർ ബയോളജി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ധാരാളം എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക. 2 ക്വസ്റ്റ്യൻ മിനിമം, അങ്ങോട്ട് എത്ര വേണമെങ്കിലും ആവാം, മിനിമം 2ൽ കുറയ്ക്കാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി ചെയ്യുക. അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കി വെക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നോക്കിക്കേ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞ കാര്യമാണ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. നമുക്കൊരു തോട്ടുണ്ടായി, നമ്മൾ HSST സുവോളജി അല്ലെങ്കിൽ ബോട്ടണി എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ വന്നു, ഭയങ്കര മോട്ടിവേഷനാണ്. ടുവേർഡ്സ് ദ എൻഡ് ഇപ്പോൾ കൺഫർമേഷൻ വന്ന് അല്ലെങ്കിൽ സിലബസ് വന്ന് എക്സാം എടുക്കുമ്പോഴും നമുക്ക് മോട്ടിവേഷനാണ്. പക്ഷേ ഇതിനിടയ്ക്കുള്ള ആ ടൈമാണ് ക്രിട്ടിക്കലായിട്ടുള്ള ടൈം. ആ സമയത്ത് നമ്മൾ ചിലപ്പം ഡൗൺ ആവും. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പോ കൺഫർമേഷൻ വരുന്നതിന് മുമ്പോ നമ്മൾ ഡൗൺ ആവും. നമ്മൾ പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, കൺഫർമേഷൻ വന്നിട്ടില്ല, അപ്പം ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇന്ന് പഠിക്കുന്ന ആൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുകളിലോട്ട് കയറാനും ഒരു ജോലി കിട്ടാനുമുള്ള സാധ്യത അവർക്കേ ഉള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് ഈ പറയുന്ന കൺഫർമേഷനും നോട്ടിഫിക്കേഷനും ഒക്കെ പെട്ടെന്നാണ് വരിക. നോട്ടിഫിക്കേഷൻ വരുന്നു, പുറകെ കൺഫർമേഷൻ വരുന്നു, പുറകെ എക്സാം വരും. വളരെ പെട്ടെന്ന് പോകും. അപ്പം നമുക്ക് സമയം കിട്ടില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഈ നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും ഒരു നല്ല ഒരു നോളജ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത്, അതായത് ഇതിനിടയ്ക്കുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അത് നമുക്ക് പല ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ പറയും, ഇപ്പോഴേ എന്തിനാണ് പഠിക്കണം, എക്സാം ആകുമ്പോൾ പഠിച്ചാൽ പോരെ, മറന്നു പോകില്ലേ. അങ്ങനെ 100 ചോദ്യങ്ങൾ നമുക്ക് വേറെ ഓപ്പോസിറ്റ് ഉണ്ടാവും. നമുക്കൊരു യൂണിവേഴ്സൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. കാരണം നമ്മളൊരു നല്ല കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ NCERTയുടെ പുസ്തകവും പിടിച്ച് നമ്മുടെ ആ സ്കൂളിൻ്റെ വാർഗ കൂടെ നടക്കുന്ന ആ ഒരു സീൻ നമ്മളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ആ മോട്ടിവേഷൻ ബിൽഡപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ എക്സാമിനെ അറിഞ്ഞു അല്ലേ, നമ്മൾ സിലബസൊക്കെ ഒന്ന് കണ്ടു, ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഒന്ന്, മഗ്ഗപ്പ് ചെയ്യരുത്, കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി പഠിക്കണം എന്ന് പറഞ്ഞു. ഡെയിലി ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. നോട്ട് ചെറുതാക്കണം, ടേബിൾസ് ആക്കണം, ഫിഗേഴ്സ് ആക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ ഇന്നർ മോട്ടിവേഷൻ ആയിരിക്കണം, പുറത്തുനിന്നാവരുത്, ഇന്നർ മോട്ടിവേഷൻ ആയിരിക്കണം. അത് ത്രൂ ഔട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ കൊണ്ടുപോകണം. ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളോട് തുടങ്ങുന്നതിന് മുമ്പേ പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. നമ്മൾ ടുവേർഡ്സ് ദ എക്സാം തലേ ദിവസമാണ് നമുക്ക് ഈ ബോധോദയമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അത്രയും നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്ക് അന്നേരം ഒരു ബോധോദയം ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഇത്രയും കാര്യങ്ങൾ നേരത്തെ തന്നെ അവസാനം കിട്ടേണ്ട കാര്യം ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക. താങ്ക് യു.